പ്രിയപ്പെട്ടവരെ, അടുത്തതായിട്ട് കുറുക്കോളി മൊയ്തീൻ MLA നമ്മളോട് സംസാരിക്കും. എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ. വേദിയിലും സദസ്സിലുമായിട്ടുള്ള പ്രശസ്തരായ വ്യക്തിത്വങ്ങളെ, നല്ലവരായ സഹോദരി സഹോദരങ്ങൾ, വാക്കുകൾ ചുരുങ്ങിപ്പോകുന്ന, തൊണ്ടയിടറുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഒത്തുകൂടിയിട്ടുള്ളത്. MT എന്ന തിളക്കം മാറുന്ന രണ്ടക്ഷരങ്ങൾ, രാജ്യാന്തര തലങ്ങളിൽ ശ്രദ്ധിക്കപ്പെട്ട രണ്ടക്ഷരം, കേരളത്തിൻ്റെ അല്ല മലയാളികളുടെ സാംസ്കാരിക ആസ്ഥാനം തിരൂരാണ് എന്ന് വിളംബരം ചെയ്യുന്ന തരത്തിലേക്ക് തിരൂരിലെ തുഞ്ചൻപറമ്പിനെ ഉയർത്തിക്കൊണ്ടുവന്ന മഹാൻ വാസുവേട്ടനെ അനുസ്മരിക്കുന്ന ഒരു സദസ്സിലാണ് നമ്മൾ ഒത്തുകൂടിയിട്ടുള്ളത്. ബഹുമുഖ പ്രതിഭ എന്ന് പല ആളുകളെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. എന്നാൽ MTയെ പോലെ ഒരു ബഹുമുഖ പ്രതിഭയെ എൻ്റെ തലമുറ കണ്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഏതൊക്കെ തലങ്ങളിൽ, സാഹിത്യത്തിലും കലയിലും തൻ്റെ തൂലികയും നാവും ഒരുപോലെ പ്രതിഫലിപ്പിച്ച ഒരു മഹാരത്നമായിരുന്നു MT എന്ന കാര്യത്തിൽ നമുക്കെല്ലാവർക്കും രണ്ടഭിപ്രായം ഉണ്ടാകില്ല. എങ്ങനെയോ ഉറങ്ങിക്കിടന്നിരുന്ന തുഞ്ചൻപറമ്പിനെ ഈ രീതിയിലേക്ക് കൊണ്ടുവരാൻ ആ സാരഥ്യത്തിന് സാധിച്ചു. ഞാൻ ഓർക്കുന്നത്, തിരൂരിൽ ET MLAയും അന്ന് വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്ന സന്ദർഭത്തിൽ അങ്ങനെ ഒരു വലിയ ശ്രമകരമായ ഒരു അധ്വാനം അദ്ദേഹം നടത്തിയപ്പോൾ ചില കോണുകളിൽ നിന്നെങ്കിലും വിമർശനങ്ങളുണ്ടായി. ഇതിൻ്റെ സ്വഭാവം മാറുന്നു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളുണ്ടായി. ഇന്ന് മലയാളികൾ ആലോചിക്കട്ടെ, ആ വലിയ മനുഷ്യൻ ഇവിടെ ഇതിൻ്റെ നേതൃസ്ഥാനത്ത് വന്നപ്പോഴുണ്ടായ മാറ്റങ്ങൾ. ഞാൻ MTയെ കുട്ടിക്കാലത്ത് ചെറുപ്പത്തിൽ 80ലോ 82ലോ മറ്റോ ഇറങ്ങിയ ഒരു ചന്ദ്രിക വാർഷിക പതിപ്പിൽ അദ്ദേഹം എഴുതിയ ഒരു ലേഖനം വായിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിലേക്ക് അടുക്കുന്നത്. അതിലദ്ദേഹം എഴുതി എൻ്റെ ആദ്യത്തെ ലേഖനം അച്ചടിച്ചു വന്നതും അതിന് എനിക്ക് കിട്ടിയ 5 രൂപ പ്രതിഫലത്തിൻ്റെയും കഥ ആ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. അത് വായിച്ചപ്പോഴാണ് അനവധി പുസ്തകങ്ങളുടെ രചയിതാവായിട്ടുള്ള MT എന്ന വലിയ മനുഷ്യനെ കുറിച്ച് ആദ്യം പഠിച്ച് ഉയരാൻ ശ്രമം നടത്തിയത്. പിന്നെ 3 കൊല്ലം മുമ്പ് തിരൂരിലെ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തുഞ്ചൻ ട്രസ്റ്റിലെ അംഗമായി വന്നപ്പോൾ അതിൻ്റെ ആദ്യത്തെ മീറ്റിങ്ങിന് വന്നു. ആ മീറ്റിങ്ങിൽ വെച്ചാണ് സംസാരിക്കുവാനും അടുത്ത് ഇടപഴകുവാനുമുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നത്. എൻ്റെ വലിയ ദുഃഖം, ആ വലിയ നഷ്ടം സമീപകാലത്തൊന്നും നികത്താൻ നമുക്ക് കഴിയില്ലെന്നത് ഉറപ്പാണ്. മറ്റൊരു സ്വകാര്യ ദുഃഖം കൂടി എനിക്കുള്ളത്, ആദ്യമായി ഒരു കാര്യം എന്നോട് ആവശ്യപ്പെട്ടത് ഇവിടുത്തെ വായനശാലയുടെ വിപുലീകരണത്തിന് വേണ്ടിയുള്ള ഫണ്ടാണ്. ഞാനത് തുടക്കത്തിൽ ഫണ്ട് അനുവദിച്ചു. അത് പോരാ എന്ന് പിന്നെ പിറ്റത്തെ വർഷം പറഞ്ഞപ്പോൾ അതിനുള്ള ഫണ്ടും അനുവദിച്ചു. സർക്കാരിൻ്റെ ഖജനാവ് കാലിയായതും മറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ അതിൻ്റെ സാങ്കേതികത്വമൊക്കെ മാറി അതിന് TS ഒക്കെ കിട്ടി വന്ന സന്ദർഭത്തിൽ ആ പണം കൊണ്ടും അത് പൂർത്തിയാവുകയില്ല എന്ന് ബഹുമാന്യനായ ഇവിടുത്തെ അംഗങ്ങൾ എന്നെ അറിയിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഒന്ന് കൂടി ആലോചിക്കാം എന്ന് പറഞ്ഞ ദിവസമാണ് പ്രിയങ്കനായ സുഹൃത്ത് എന്നെ വിളിച്ചു പറയുന്നത് MT ആശുപത്രിയിലാണ്. അദ്ദേഹം ആവശ്യപ്പെട്ട് അനുവദിച്ച ഒരു സംഭവം, പണമൊക്കെ അനുവദിച്ച് കിട്ടിയപ്പോൾ അതിൻ്റെ പണി പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ആ സൂര്യൻ നമ്മോട് വിട പറഞ്ഞു എന്നുള്ളതാണ് ഒരു സ്വകാര്യ ദുഃഖം. ഇതുപോലെയുള്ള പ്രതിഭകളെ നമുക്ക് തേടാം, അന്വേഷിക്കാം, പ്രാർത്ഥിക്കാം. എന്ന് നമ്മുടെ മുമ്പിലെത്തും, എങ്ങനെയെത്തും നമുക്കറിയില്ല. സർവതലപ്രാപിയായിട്ടുള്ള സാഹിത്യത്തിൻ്റെ വിവിധ തലങ്ങളിൽ, കലയുടെ വിവിധ മേഖലകളിൽ ഒരുപോലെ വിരാജിച്ച ഈ ബഹുമുഖ പ്രതിഭ, അത് നമ്മുടെ മലയാളി ത്വത്തിൽ നിന്ന്, മലയാളി സമൂഹത്തിൽ നിന്ന് ഉയർന്ന് ലോകോത്തര സാഹിത്യത്തിൻ്റെ മുമ്പിലേക്ക് നമ്മൾ സമ്മാനിച്ച വലിയൊരു നിധിയായിരുന്നു. പർവ്വത പ്രൗഢിയോടെ നമ്മുടെ മുമ്പിൽ വിരാജിച്ച MT എന്ന വാസുവേട്ടനും
ഇന്ന് ആൾരൂപമില്ലാതെയായിരിക്കുന്നു. മൺമറഞ്ഞു, കൺമറഞ്ഞു. ഇല്ല, അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ മരിക്കില്ല, ഒരിക്കലും മരിക്കില്ല. നിത്യശാന്തി തരുന്നു. അഭിവാദ്യങ്ങൾ.